ചേട്ടാ. അകത്തുണ്ടോ? മുതലാളി അകത്തുണ്ട്. മുതലാളിയല്ല, നായ അകത്തുണ്ടോന്ന്. ഉണ്ടല്ലോ. കക്ഷി എന്ത് ചെയ്യുന്നു? ഉറക്കവാ. നല്ല ഉറക്കമാണോ? കൂർക്കം വലിച്ചുറക്കവാ. അയ്യോ, ഇന്നലത്തെ നൈറ്റ് ഡ്യൂട്ടിയുടെ ക്ഷീണം കൊണ്ടായിരിക്കും. നിങ്ങളെ പോലുള്ളവർക്കുള്ള ഷെയർ മുതലാളി എന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ഞാൻ പിച്ചക്കാരനല്ല, എന്നെ കണ്ടാൽ അങ്ങനെ തോന്നുമെങ്കിലും ഇവിടുന്ന് ഒരു എഴുത്ത് കിട്ടിയിട്ട് ഞാൻ വന്നതാണ്. സോറി, കണ്ടപ്പോ ഒരു തെണ്ടിയെ പോലെ തോന്നി, അതുകൊണ്ടാ. മുതലാളി അകത്തുണ്ട്, ചെന്നാട്ടെ. നില്ല്. വെളുപ്പം രാവിലെ എന്റെ നേർക്ക് നീട്ടിയ നാണയമില്ലയോ? അതെന്റെ തന്നെ ഇരുന്നോട്ടെ. ഇനി എന്നേ വാലടച്ചേരെ. നമസ്കാരം. എന്തിനാണോ ഇവരൊക്കെ അകത്തോട്ട് പറഞ്ഞു വിടുന്നത്? അവിടുന്ന് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടുകൂടെ? എന്നെ പിച്ചക്കാരനാക്കല്ലേ പിള്ളേണ്ണ. അയ്യോ, കുട്ടികളെ നോക്കാൻ വേണ്ടി അന്ന് ഞാൻ സാറിനോട് പറഞ്ഞില്ലേ? ഓ, പിള്ളേച്ചേട്ടന്റെ വകയല്ല അനിയൻ. എന്താ പേര്? കൃഷ്ണൻകുട്ടി. സ്വദേശം? തൃപ്പൂണിത്തുറ. എന്തായിരുന്നു പണി? ഉദംപൂരിൽ മിലിറ്ററി മെയിൽ നഴ്സായിരുന്നു. കുടുംബ പ്രശ്നം കാരണം പണി വിട്ട് ഇങ്ങ് നാട്ടിലേക്ക് പോന്നു. പണ്ടത്തരമായിപ്പോയി. എനിക്കും ഇപ്പൊ അങ്ങനെ തോന്നുന്നു. ആ, ശമ്പളമൊക്കെ പിള്ളേച്ചേട്ടൻ തീരുമാനിച്ചോളൂ. താമസം ഇവിടെ തന്നെ ആയിക്കോട്ടെ. ഓ, ഇവിടെ. ആ, പിന്നെ സ്വല്പം വെടിപ്പും വൃത്തിയായിട്ടൊക്കെ നടക്കണം. ഈ മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. അത് മാത്രം എന്നോട് പറയരുത്. അതെന്താ? മുടി ഒതുക്കാൻ തിരുവനന്തപുരത്ത് ഒരു വൈദ്യരുണ്ടാക്കിയ ഹെർബൽ ഓയിൽ വാങ്ങിച്ച് തേച്ചതാണ്. അതിനുശേഷമാണ് ഇതിങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയത്. ഇനി ഇത് താഴുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. ആ കാരണം പറഞ്ഞ് എന്നെ ജോലിയിൽ നിന്ന് കളയരുത്. ആ, എന്തായാലും വൃത്തിയും മെനയായിട്ടൊക്കെ നടക്കണം. ആ, പിന്നെ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. താനൊന്ന് ശ്രമിച്ചു നോക്ക്. ആ കാര്യത്തെക്കുറിച്ച് സാറ് വിഷമിക്കണ്ട. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ഞാൻ നോക്കിക്കോളാം. പിള്ളേച്ചേട്ടാ, കുട്ടികളൊന്ന് പരിചയപ്പെടുത്തിക്കോ. അകത്തേക്കല്ലേ. ഇത് വാങ്ങിക്കേ. ഓ, ഇത് സിനിമ ടാക്കീസ് ആണോ വീടാണോ? വീട് തന്നെ. കുട്ടികൾ മുകളില. എന്താ താഴെ സൗകര്യമില്ലേ? അവർക്ക് സൗകര്യമില്ല. മുലകുടി മാറാത്ത കുട്ടികളായിരിക്കും. 2 നിപ്പിൾസ് ഞാൻ എക്സ്ട്രാ കരുതിയിട്ടുണ്ട്. ഇതങ്ങനെ കുട്ടികളൊന്നുമല്ല, പ്രായപൂർത്തിയായവരാ. അടൽ സൊള്ളിയോ? അവരെ നോക്കാൻ എന്തിനാ ആള്? വട്ടാണോ? വട്ടല്ല, വൈകല്യം, ഹാൻഡിക്രാഫ്റ്റ്. സാറിന്റെ ഒരു വിധി. മൂത്ത മകൻ ജന്മനാണ് ബ്ലിൻഡ്. ഇളയവന് 12 വയസ്സുള്ളപ്പോ ഒരു കാർ ആക്സിഡന്റിൽ ഭാര്യ മരിച്ചു. ഇളയവന്റെ കേൾവിയും പോയി. തലക്കടിയേറ്റ് ഞരമ്പേതോ മുറിഞ്ഞാണത്രേ. എത്ര കാശാ വാരിക്കോരി ചെലവാക്കിയതെന്നറിയാമോ? ചികിത്സിക്കാത്ത സ്ഥലങ്ങളില്ല, കാണാത്ത ഡോക്ടർമാരില്ല. എന്നിട്ടെന്താ? കാഴ്ചയും കേൾവിയും ഒരിക്കലും തിരിച്ചിട്ടില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതി. കഷ്ടം. സാറാണെങ്കിൽ മക്കൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. പുവർ ഫാദർ. എന്നാ അവറ്റകളോ കണ്ണു തെറ്റിയാൽ വെളിയിച്ചാടും. ബ്ലഡി ഫെലോസ്. പാവം സാർ. എന്താ ചെയ്യാ? നാട്ടുകാരുടെ പരാതി കേൾക്കാനേ നേരമുള്ളൂ. ഇനിയിപ്പൊ അവരെ നിയന്ത്രിക്കേണ്ടതും നേർവഴിക്ക് കൊണ്ടുപോകേണ്ടതും ഒക്കെ നീയാ. ഈ 2 കാര്യങ്ങളും ഞാൻ ഏറ്റു. നിയന്ത്രണവും നേർവഴിയും. ഒരാള്. നമസ്കാരം. ഉണ്ണി, ഞാനൊരു കൃഷ്ണൻകുട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ നിങ്ങളുടെ സഹായത്തിന്? ആ ആളാണിത്. ഇങ്ങനെ ചെവിക്കകത്ത് തലറിയിട്ടാണോ ഇയാള് സഹായിക്കുന്നത്? ഓ, ഇയാളാണ്. ഏതാളാണ്? ഒന്നുമില്ല, ക്ഷമിക്കണം, തെറ്റിദ്ധരിച്ചതാണ് ഞാൻ. ഇതാണ് ബാലൻകുഞ്ഞ്. ശരി. ഒട്ടും കേട്ടൂടെ? പക്ഷേ പരിചയമുള്ളവരുടെ ചുണ്ടനക്കം കണ്ടാൽ ബാലൻകുഞ്ഞിന് ഒട്ടനെ മനസ്സിലാവും. ഓ, ചെണ്ടക്കാരനാണല്ലേ? ഒട്ടും കേട്ടൂടാ. 2 കാര്യങ്ങൾക്കായിട്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. 1, മൊത്തത്തിലുള്ള നിയന്ത്രണം. 2, നിങ്ങളെ നേർവഴിക്ക് നയിക്കുക. ഇത് 2ഉം ഞാൻ ചെയ്യും. എന്തു പ്രതിബന്ധങ്ങൾ